പ്രേംലാലേ, ഈ മാസം 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചൈന സന്ദർശിക്കുന്നു എന്ന് പറയുന്നു, ചൈനയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. ആ സന്ദർശനം ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയല്ലേ? ഉറപ്പായിട്ടും. കാര്യം ഇറാന് മേൽ യുദ്ധം നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൈപൊള്ളി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ ചൈനയുടെ സഹായം തേടുക എന്നുള്ളത് തന്നെയാണ് ട്രംപിൻ്റെ യാത്രാ ഉദ്ദേശം. കഴിഞ്ഞ തവണ ട്രംപ് അധികാരമേറ്റപ്പോൾ ഏതാണ്ട് 2017 ട്രംപ് ചൈന സന്ദർശിച്ചിരുന്നു. അതിനുശേഷം രണ്ടാമതും ട്രംപ് അധികാരമേറ്റതിന് ശേഷം കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ട്രംപിൻ്റെ സന്ദർശന പരിപാടി അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ആ സന്ദർശനം നീട്ടിവെക്കുകയായിരുന്നു. അത് ഈ പറയുന്ന രീതിയിൽ 13, 14, 15 തീയതികളിലായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഷീ ജിങ് പിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. സത്യത്തിൽ ഷീ ജിങ് പിങ്ങിൻ്റെ കാല് പിടിക്കാനായിട്ടാണ് ട്രംപ് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ സൂത്രധാരൻ ചൈനയായിരുന്നു എന്നുള്ള നിഗമനം പുറത്തു വന്നിട്ടുണ്ട്. അതിന് കാരണം ചൈന ഇറാൻ്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവാണ്. ഇറാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ പകുതിയിലധികം വാങ്ങുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് അവിടെ സ്വന്തം നിലയിൽ റിഫൈനറികൾ പോലുമുണ്ട്, അല്ലെങ്കിൽ എണ്ണ കിണറുകൾ പോലും ചൈനീസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഇറാനിലുണ്ട്. ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള സഹകരണമാണ് ഇറാനും ചൈനയും തമ്മിലുള്ളത്. അപ്പോൾ ഇതുകൂടാതെ ഈ പൈപ്പ് ലൈൻ സംവിധാനത്തിന് കൂടാതെ കപ്പൽ മാർഗവും ചൈന ഇറാനിൽ നിന്ന് എണ്ണ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിലുണ്ടായ പ്രശ്നം അത് ചൈനയെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിരുന്നു. നമുക്കറിയാമല്ലോ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഉൽപ്പാദകശാലയാണ് ചൈന. അവിടെ നിരവധിയായ ഫാക്ടറികൾ, ചെറുതും വലുതുമായ ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ധന ദൗർലഭ്യം ചൈനയുടെ സാമ്പത്തിക സ്ഥിതിയെയും വ്യാവസായിക പുരോഗതിയെയും വലിയ രീതിയിൽ പിടിച്ചുലയ്ക്കും എന്ന് കണ്ടുകൊണ്ട് ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചൈന വലിയ രീതിയിലുള്ള നയതന്ത്ര ഇടപെടൽ ഇതിനോടകം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് മുൻപ് ഒരു താൽക്കാലിക വെടിനിർത്തൽ വന്നത്. അതിനുശേഷം ചൈന എടുത്ത നിലപാടും വളരെ നിർണായകമായിരുന്നു. കാരണം അവിടെ ഈ ഹോർമൂസ് കടലിടുക്കിൽ നാവിക സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്ന് ഇറാൻ പ്രതിനിധികളോട് അല്ലെങ്കിൽ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതും ചൈനയാണ്. കൂടാതെ ഈ കാര്യത്തിൽ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകളുടെ ഗതാഗതം ഉറപ്പുവരുത്താനായിട്ട് ചൈന കയറി ഇടപെടണം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും ആവശ്യപ്പെടുന്ന ഒരു നിലപാടും വന്നിരുന്നു. അത് ഈ അടുത്ത് തന്നെയാണ് വന്നിരുന്നത്. അതെ. അപ്പോൾ അതുകൂടാതെ മുമ്പ് ട്രംപ് ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സൈന്യം അവർ ഏകപക്ഷീയമായ പ്രതിരോധം സൃഷ്ടിക്കുകയാണെങ്കിൽ ഞങ്ങൾ അമേരിക്കൻ സേന അകമ്പടി കൊടുത്തുകൊണ്ട് കപ്പലുകളെ കടത്തിവിടും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അക്കാര്യത്തിലും ചൈനയുടെ പിന്തുണ അമേരിക്ക തേടിയിരുന്നു. നമുക്കറിയാമല്ലോ, അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം, 1ാം സ്ഥാനം റഷ്യയാണെങ്കിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ചൈന. പക്ഷേ ഇവിടെ ഒരു നിർണായക ഘട്ടത്തിൽ ചൈനയുടെ പോലും കാല് പിടിക്കാൻ ട്രംപ് രണ്ടാമതൊന്നും ആലോചിച്ച് നിന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ട്രംപ് ഇങ്ങോട്ട് വരുമ്പോൾ അത് വെറും ഒരു സന്ദർശനം മാത്രമല്ല. നേരത്തെ ചില ആരോപണങ്ങൾ വന്നിരുന്നു. ഈ ഇറാൻ വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രയേലിനും അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തിയതിൻ്റെ പിന്നിൽ ചൈനയുടെ ഇടപെടൽ, പ്രത്യേകിച്ചും ചൈനയുടെ സാറ്റലൈറ്റുകൾ ചാരപ്പണി ചെയ്ത് ഇറാന് സൈന്യത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു എന്നുള്ളൊരാക്ഷേപമുണ്ട്. ചൈന അത് നിഷേധിക്കുന്നെങ്കിൽ പോലും അത് ഉണ്ട് എന്നുള്ളത് സാമാന്യ യുക്തിയിൽ ചിന്തിച്ചാൽ അതങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ റഷ്യയെങ്കിലും കുറഞ്ഞ പക്ഷം ഇറാനെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ടാകണം. അപ്പോൾ ഇവിടെ ഷീ ജിങ് പിങ്ങിനെ കണ്ട് ഇക്കാര്യത്തിലൊരു ഉറപ്പ് തേടുക കൂടിയാണ് ട്രംപിൻ്റെ സന്ദർശന ലക്ഷ്യം. ഈ തരത്തിൽ അതായത് പിന്നിൽ നിന്ന് കളിക്കരുത്, ഇറാന് വേണ്ടിയിട്ട് പിന്നിൽ നിന്ന് കളിക്കരുത് എന്നുള്ളൊരു ആവശ്യം കൂടി ഏതായാലും ട്രംപ് ഷീ ജിങ് പിങ്ങിൻ്റെ മുന്നിൽ ഉന്നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു നിൽക്കക്കള്ളിയില്ലാതെ പോവുകയാണ് അല്ലേ? ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊക്കെ പറയുന്ന പോലെ. അതെ. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ എണ്ണ കരുതൽ ശേഖരമുള്ള രാഷ്ട്രമാണ്. അവിടെ പോലും ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ പോലും ഇന്ധന വിലവർധനവ് വന്നിട്ടുണ്ട്. ട്രംപ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം തന്റെ സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ പോലും അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ യുദ്ധം ഏത് വിധേനയും അവസാനിപ്പിക്കുക എന്നുള്ള ഒരു സന്നിഗ്ധാവസ്ഥ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് ഇതിന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം അല്ലേ?
ഇസ്രായേലിന് വേണ്ടി സഹായിക്കാൻ പുറപ്പെട്ടു എന്നതിനപ്പുറം സ്വന്തം രാഷ്ട്രീയ ഇമേജ് വർദ്ധിപ്പിക്കുക. നമുക്കറിയാമല്ലോ, ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ട്രംപിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ എപ്സ്റ്റീൻ കേസ് ഫയൽസിന്റെ രൂപത്തിൽ പുറത്തു വന്നത്. ഈ 18 വയസ്സ് തികയാത്ത 13ഉം 14ഉം വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗിക ദുരുപയോഗം ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് എപ്സ്റ്റീൻ ഫയൽസിലുള്ളത്. അതിൽ ഒളിഞ്ഞും തെളിഞ്ഞും ട്രംപിൻ്റെ സാന്നിധ്യവും ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്ന ഒരു ഘട്ടത്തിലാണ് ഒരു യുദ്ധം അനിവാര്യമായത്. വെനസ്വേലയിൽ ആദ്യം പോയി, അതിനുശേഷം നേരെ ഇറാനിലേക്ക് വെച്ചുപിടിച്ചു. അപ്പോൾ ട്രംപ് കണക്ക് കൂട്ടിയത് ഒരു യുദ്ധം പോലെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ തീവ്ര ദേശീയ വികാരമുള്ളവർ തനിക്ക് പിന്നിൽ അണിനിരക്കും എന്നുള്ള ഒരു വിചാരമാണ്. വാസ്തവത്തിൽ ഇസ്രയേലിനോടുള്ള സ്നേഹത്തിലുപരി സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പ് കണ്ടുകൊണ്ടാണ് ട്രംപ് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ പോലും തനിക്കെതിരെ ഭിന്നസ്വരം അവസരത്തിൽ ഈ യുദ്ധം ഏത് വിധേനയും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ട്രംപ് എത്തി നിൽക്കുന്നത്. ഇനി ചൈനയിലോട്ട് വരുമ്പോൾ ട്രംപ് വെറും ഒരു യുദ്ധത്തിൽ സമാധാനം ഉണ്ടാക്കൽ മാത്രമല്ല, വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നവും അമേരിക്കയും ചൈനയുമായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ട്രംപ് രണ്ടാമത് അധികാരമേറ്റപ്പോൾ വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടതിൽ ഒന്നാം പേരുകാരാണ് ചൈന. ഇന്ത്യയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ചൈനയ്ക്കെതിരെയാണ് ഏറ്റവും വലിയ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചത്. പക്ഷേ വലിയ രീതിയിലുള്ള നികുതി പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ആ നികുതി അടിച്ചേൽപ്പിച്ചതിൽ വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ച നടത്താൻ ട്രംപ് നിർബന്ധിതമായി. കാരണം ഈ ചൈന എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഉൽപ്പാദകശാലയാണ്. അമേരിക്കയിലുള്ള പല കമ്പനികൾക്കും വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ ചൈനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഉപരോധം ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തങ്ങളുടെ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുമെന്ന് വൈകിയെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചൈനയുമായിട്ട് ഈ വ്യാപാര കരാറുകളിൽ ഒരു സൗഹൃദ അന്തരീക്ഷം പുനഃസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യവും കൂടി ട്രംപിൻ്റെ വരവിൻ്റെ പിന്നിലുണ്ട്. ഏതായാലും പിന്നെ ഏറ്റവും നിർണായക സംഗതി, ഇപ്പോൾ റഷ്യ, ഇന്ത്യ, ചൈന എന്ന രീതിയിൽ RIC എന്ന് പറയുന്ന ഒരു സഖ്യം രൂപീകരിക്കപ്പെടുന്നുണ്ട്. അത് കൂടാതെ ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയും ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ പങ്കാളിയായ ഒരു കൂട്ടായ്മയുണ്ട്. ട്രംപ് വലിയ രീതിയിലുള്ള ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ സഖ്യരാജ്യങ്ങൾ ഈ ഇറാനെതിരെയുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നു. നാറ്റോ സഖ്യരാജ്യങ്ങളൊന്നും തന്നെ ഈ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ കൂടെ അണിനിരക്കുന്നില്ല. അങ്ങനെ ട്രംപ് വലിയ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ റഷ്യയുടെയും ഇന്ത്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിൽ പുതിയൊരു ലോകക്രമം രൂപപ്പെടുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവും ട്രംപിനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇടയ്ക്കൊന്നും ചോദിക്കുകയാണ്, അപ്പോൾ ഈ ചൈന അനുകൂലമായ ഒരു നിലപാട് എടുക്കുമെന്ന് നമുക്ക് കരുതുന്നുണ്ടോ? ആ ഒരു അനുകൂല നിലപാട് ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? ചൈനയുടെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് അനുകൂലമായ ഏതെങ്കിലും ഒരു നിലപാട് ഉണ്ടാകുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതേണ്ടതില്ല. ചൈനയ്ക്ക് ചൈനയുടേതായ, അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിൽ പോലും സാമ്രാജ്യത്വ നിലപാടുകളുള്ള രാഷ്ട്രമാണ് ചൈന. അമേരിക്ക സാമ്രാജ്യത്വ രാജ്യമാണെങ്കിൽ അതിൻ്റെ അപ്പനായിട്ട് വരും ചൈന എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ഏതായാലും അമേരിക്കയെ സഹായിക്കാനായിട്ട് യാതൊരു നിലപാടുകളും ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതില്ല. പക്ഷേ ചൈനയ്ക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ, ഈ പറയുന്ന യുദ്ധവിരാമം ചൈനയുടെയും കൂടി ആവശ്യമായതുകൊണ്ട് ആ കാര്യത്തിൽ ചില നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതിൻ്റെ പരോക്ഷമായ ഗുണം അമേരിക്കയ്ക്കും കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഏതായാലും നിർണായകമായ ചർച്ചകൾ ഉണ്ടാകും. ഒരു പക്ഷേ അത് ഈ യുദ്ധത്തിന് ഒരു അവസാനം കുറിക്കുന്ന തരത്തിലേക്ക് പോയാൽ ലോകത്ത് ഇന്ന് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഇന്ധന ക്ഷാമമടക്കം ചോദിച്ചോട്ടെ, ഈ ചൈന, റഷ്യ, ഇന്ത്യ ഇങ്ങനെ 3 രാജ്യങ്ങളുടെ പുതിയൊരു കൺസോർഷ്യം ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൺസോർഷ്യം നിൽക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിനെ കൂടെ ഈ ചർച്ചയിലേക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കാൻ സാധ്യതയുണ്ടോ? അത് നേരിട്ട് ചർച്ച നടത്തിയില്ലെങ്കിൽ കൂടി ട്രംപ് എപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സങ്കീർണാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഉള്ള കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. റഷ്യ ഇതിനിടയിലുണ്ട്. അതെ. അപ്പോൾ ഈ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധവും ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് കടക്കുന്നുണ്ട്. അവിടെയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നന്ദി അറിയിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്തിരി സമയം നല്ലതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയിലേക്ക് വരുന്ന സമയത്ത് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലും കാര്യമായ ആ സമാധാന സന്ധിയിലേക്ക് കാര്യമായ പുരോഗതി ഉണ്ടാകും. പക്ഷേ ഞാൻ അടിവരയിട്ട് പറയുകയാണ്,
ഈ ഒരു ചർച്ച കൊണ്ട് ഒരു യുദ്ധവിരാമം എന്നതായിരിക്കില്ല ചൈനയുടെ അജണ്ട. ചൈന അവരുടേതായ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടാകും, അവരുടേതായ ചില താല്പര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടാകും. അതിന് ട്രംപിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള ഒരു നയപരിപാടികളിലായിരിക്കും അവർ സ്വീകരിക്കുക. ഏതായാലും 13, 14, 15 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ബെയ്ജിങ്ങിൽ നിന്ന് സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ.